ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആസൂത്രണ കമ്മീഷന് പകരം വിഭവാസൂത്രണത്തിന് പുതിയ സംവിധാനം വരുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10 വർഷത്തേക്ക് വർഗീയ കലാപങ്ങൾ ഒഴിവാക്കണമെന്ന് മോദി. രാജ്യപുരോഗതിക്കായി അക്രമത്തിന്റെ പാത വെടിയണം. മോദിയുടെ പ്രസംഗത്തിന് വ്യാപക വിമർശം. വർഗീയ കലാപം ഒഴിവാക്കാൻ മോദി ഉപദേശിക്കേണ്ടത് RSSനെയാണെന്ന് സീതാറാം യെച്ചൂരി. രാജ്യം 68ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗൾഫ് നാടുകളിലും വിപുലമായ ആഘോഷങ്ങൾ. കുവൈത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഗാർഹിക തൊഴിലാളികളുടെ പ്രശ്നങ്ങളോടുള്ള അധികൃതരുടെ അനാസ്ഥയോടുള്ള പ്രതിഷേധം. യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുവൈത്തിൽ ആയുധവേട്ടയ്ക്കായി പ്രത്യേക നിയമം നിർമ്മിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. നടപടി ജനങ്ങൾക്കിടയിൽ നിന്ന് മാരകായുധങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയാൽ അമിത ലഗേജിന് പണം നൽകേണ്ടി വരും. ഉൽപ്പന്നങ്ങൾക്ക് ലഗേജ് പരിധിയില്ലെന്ന ധാരണ തെറ്റെന്ന് എയർലൈൻസ് അധികൃതർ. ഓവൽ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നാണം കെട്ടു. 148 റൺസിന് എല്ലാവരും പുറത്ത്. 3 അക്കം കടത്തിയത് ധോണിയുടെ ചെറുത്തുനിൽപ്പ്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം. വർണ്ണാഭമായ ചടങ്ങുകളോടെ രാജ്യം 68ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാക്കി പകരം പുതിയ സംവിധാനം കൊണ്ടുവരുമെന്ന് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ 3 പുതിയ പദ്ധതികളും മോദി പ്രഖ്യാപിച്ചു. 10 വർഷത്തേക്ക് വർഗീയ കലാപങ്ങൾ ഒഴിവാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയായല്ല, പ്രധാന ജനസേവകനായാണ് താനിവിടെ നിൽക്കുന്നതെന്ന ആമുഖത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ കന്നി സ്വാതന്ത്ര്യദിന പ്രസംഗം ആരംഭിച്ചത്. ജൻധൻ യോജന, സ്വച്ഛ ഭാരത് യോജന എന്നീ പദ്ധതികൾ നടപ്പാക്കും. സാംസംഗ്രാം യോജനയുടെ ഭാഗമായി ഓരോ പാർലമെന്റ് അംഗവും സ്വന്തം മണ്ഡലത്തിൽ 5 മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിക്കണം. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച കാലഘട്ടത്തിൽ നിന്ന് സാഹചര്യങ്ങൾ മാറിയെന്നും അതുകൊണ്ട് തന്നെ പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും മോദി പ്രഖ്യാപിച്ചു. ലോകമെമ്പാടും മെയ്ഡ് ഇൻ ഇന്ത്യ ഉത്പന്നങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിൽ വ്യാവസായിക മേഖല വികസിക്കണം. രാജ്യത്ത് വനിതകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന വാർത്തകൾ നാണം കെടുത്തുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി 10 വർഷത്തേക്ക് വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. मरने मारने की दुनिया को छोड़ करके जीवित रखने का आनंद क्या होता है. यही तो भूमि है जहां सिद्धार्थ के जीवन की घटना थी. एक पंछी को एक भाई. എല്ലാവരെയും പങ്കാളികളാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും മാവോയിസ്റ്റുകളും ഭീകരവാദികളും അക്രമം ഉപേക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. TK ഹരീഷ്, മീഡിയ 1, ഡൽഹി. കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രഭാഷണം. എന്നാൽ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. പ്രധാനമന്ത്രിയുടേത് തരംതാണ പ്രസംഗമായിരുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 10 വർഷത്തേക്ക് വർഗീയ കലാപം ഒഴിവാക്കണമെന്ന മോദിയുടെ ഉപദേശം RSSനാണ് നൽകേണ്ടതെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി പരിഹസിച്ചു. നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രഭാഷണം മുൻ പ്രധാനമന്ത്രിമാരുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എഴുതി തയ്യാറാക്കാതെയും ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം ഒഴിവാക്കിയുമാണ് മോദി ചെങ്കോട്ടയിലെത്തിയത്. എന്നാൽ പ്രസംഗത്തിൽ മോദി എടുത്തു പറഞ്ഞ വിഷയങ്ങളിലെല്ലാം രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. മോദിയുടേത് തരംതാണ പ്രസംഗമാണെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. When the Prime Minister of India speaks, he speaks not as the leader of a political party, but as the Prime Minister of India. വർഗീയ സംഘർഷങ്ങൾ 10 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്ന ഉപദേശം RSSനാണ് മോദി നൽകേണ്ടതെന്ന് CPM നേതാവ് സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. പാർലമെന്റിൽ ചർച്ച ചെയ്യാതെയാണ് ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. You're talking of liberalized economy where public-private partnership is going to be the main vehicle. This PPP route or the public-private partnership or what we have seen for the last 2 decades of these economic reforms have actually created 2 Indias today. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് മോദി നടത്തിയ പരാമർശവും വിവാദമായി. സ്ത്രീകൾക്കെതിരായ പരമ്പരാഗത കാഴ്ചപ്പാടുകളെ ഊട്ടിയുറപ്പിക്കുകയാണ് മോദിയെന്ന് CPI കുറ്റപ്പെടുത്തി. The Prime Minister, it is unfortunate that stereotyping the role of women. He has forgotten about the role of women in nation building. പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനമുയർന്നത് സർക്കാരിനെ വെട്ടിലാക്കി. പ്രധാനമന്ത്രി ഹൃദയം കൊണ്ടാണ് സംസാരിച്ചതെന്ന വിശദീകരണവുമായാണ് ഈ വിമർശനങ്ങളെ BJP പ്രതിരോധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ പ്രവാസലോകവും നിറഞ്ഞ ജനസാന്നിധ്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിലും കോൺസുലേറ്റുകളിലും പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ആഹ്ലാദത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളും.
ഒരുപക്ഷെ വിദേശ നാടുകളിൽ ജന്മനാടിന്റെ സ്വാതന്ത്ര്യദിനം ഇത്ര ആവേശത്തോടെ ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം കാണില്ല. അവധി ദിനമായതിനാൽ പ്രായഭേദമന്യേ നിറഞ്ഞ സദസ്സാണ് എംബസികളിലും കോൺസുലേറ്റുകളിലും എത്തിയത്. ദുബായ് കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ പതാക ഉയർത്തി. തുടർന്ന് രാഷ്ട്രപതിയുടെ സന്ദേശം പൗരന്മാർക്ക് മുന്നിൽ വായിച്ചു. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിൽ നടന്ന ചടങ്ങിന് രാജ്യത്തെ അംബാസഡർമാർ നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാരിൽ നിന്ന് പൊരുതി നേടിയ സ്വാതന്ത്ര്യം അഭിമാനത്തോടെയാണ് ഓരോ ഇന്ത്യക്കാരനും അനുസ്മരിക്കുന്നത്. ഇന്ത്യ ദേശത്തിற்கு ஒற்றுமைக்காக பாடுபட்டு மதமாச்சரியங்களை கடந்து நல்ல முறையில் இந்தியாவை வளமாக கொண்டு வர வாழ்த்துகிறோம். I make it sure to remember all the great heroes who sacrificed their lives for granting us this independence. യുഎയിലും സൗദിയിലുമാണ് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. നൃത്തവും സംഗീതവും ചേർന്ന വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിന്റെ മധുരമുള്ള ഓർമ്മകളിലാണ് പ്രവാസ ലോകത്തെ ഇന്ത്യക്കാരും. ദുബായിൽ നിന്നും ക്യാമറമാൻ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. ഇന്ത്യയുടെ 68ാം സ്വാതന്ത്ര്യദിനം സൗദിയിലെ ഇന്ത്യൻ ജനതയും ആഘോഷിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ ഹാമിദ് അലി റാവു പതാക ഉയർത്തി. ചടങ്ങിനെത്തിയ നൂറുകണക്കിന് പ്രവാസികൾക്ക് മുന്നിൽ അദ്ദേഹം രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ BS മുബാറക് പതാക ഉയർത്തി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പ്രവാസി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും കീഴിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് KMCC സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി. യുഎയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. ഇന്ത്യയുടെ 68ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് KMCC വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. KMCCയുടെ അൽബറാഹ ആസ്ഥാനത്ത് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങു നടന്നു. വിവിധ സംഘടനകളുടെ പ്രതിനിധികളും സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിരുന്നു. തുടർന്ന് നിറഞ്ഞ സദസ്സിൽ വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി KMCCയുടെ ആരോഗ്യ വിഭാഗമായ മൈ ഡോക്ടർ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ഒൻറ്റാരിയോ വെൽനസ് ആയുർവേദിക് സെന്റർ, ആസ്റ്റർ ഗ്രൂപ്പ്, മലബാർ ഗോൾഡ് എന്നിവരുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് ആയുർവേദ വിദഗ്ധർ, അസ്ഥിരോഗ വിദഗ്ധർ തുടങ്ങി നിരവധി വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. നിരവധി പേർ പരിശോധനയ്ക്കെത്തിയ ക്യാമ്പിൽ അർഹരായവർക്ക് സൗജന്യ മരുന്നു വിതരണവും ചെയ്തു. മീഡിയ 1, ദുബായ്. ഗൾഫിലെ സാധാരണ പ്രവാസികൾക്ക് മറ്റേതൊരു ആഘോഷത്തെയും പോലെ ആർഭാടങ്ങളില്ലാതെയാണ് സ്വാതന്ത്ര്യദിനവും കടന്നുപോയത്. തിരക്ക് പിടിച്ച തൊഴിൽ ദിനത്തിനിടയ്ക്ക് വീണ് കിട്ടിയ സമയത്താണ് പലരും ജന്മനാടിന്റെ സ്വാതന്ത്ര്യ സ്മരണ പുതുക്കിയത്. ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് വിധിയില്ലാത്ത വലിയൊരു വിഭാഗം പ്രവാസ ലോകത്തുണ്ട്. വെള്ളിയാഴ്ചകളിൽ പോലും പ്രവർത്തിക്കുന്ന നിരവധി കടകളിലും കഫ്തീരിയകളിലും ജോലി ചെയ്യുന്ന പ്രവാസി ജോലിക്കാർ. തിരക്കുകൾക്കിടയിലും അല്പം ആഘോഷത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ബർദുബയിലെ ഈ തുണിക്കടയിലെ പ്രവാസി സുഹൃത്തുക്കൾ. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ജോലി ചെയ്യുന്ന ഇവിടെ തങ്ങളുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷം ഇരു രാജ്യക്കാരും ഇങ്ങനെയാണ് പങ്കുവെക്കുന്നത്. ഒരുപാട് ജോലിയുടെ പ്രശ്നങ്ങളാണ് ഇവിടെ. ഒന്നിനും ഒരു ടൈമില്ല. എങ്കിലും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സ്വാതന്ത്ര്യ ദിനം നമ്മൾ മറക്കാറില്ല. അത്യാവശ്യം ആഘോഷം എന്ന് പറഞ്ഞാൽ കടേൻ്റെ അകത്ത് തന്നെ. ഇത് പാകിസ്ഥാനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്. സുഹൃത്തുക്കൾ ജൂനിയർ മണി എന്ന് വിളിക്കുന്ന കാസർഗോഡ് സ്വദേശി കുഞ്ഞികൃഷ്ണനാണ് കടയിലുള്ളവർക്കിടയിൽ ചെറുതെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. അബുദാബി ഇന്ത്യൻ എംബസിയിൽ രാവിലെ 8 മണിക്ക് അംബാസഡർ TP സീതാറാം ദേശീയ പതാക ഉയർത്തി. സംഘടനാ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖർ, സ്കൂൾ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം അംബാസഡർ ജനങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ഇതിനു പുറമെ അജ്മാൻ, ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലെ ഇന്ത്യൻ എംബസികളിലും കേരള സോഷ്യൽ സെന്റർ, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ, KMCC തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നു. മധ്യവേനൽ അവധിയായതിനാൽ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങൾ ഉണ്ടായില്ല. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഖത്തറിലെ ഇന്ത്യൻ സമൂഹം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിക്ക് കീഴിലെ ആഘോഷ പരിപാടികൾ രാവിലെ 7 മണിക്ക് ICCയിൽ നടന്നു. ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജീവ് അറോറ ദേശീയ പതാക ഉയർത്തിയതോടെ പരിപാടികൾ തുടങ്ങി. തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും അംബാസഡർ വായിച്ചു.
വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദേശീയ ഗാനവും ദേശഭക്തി ഗാനങ്ങളും ആലപിച്ചു. ഒമാനിൽ ഇന്ത്യൻ സമൂഹവും വർണ്ണാഭമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മസ്കത്തിലെ അൽ ഗ്രൂബ ഇന്ത്യൻ സ്കൂളിലാണ് ഇത്തവണ ഔദ്യോഗിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. അൽഗുബ്ര ഇന്ത്യൻ സ്കൂളിൽ രാവിലെ അംബാസഡർ JS മുകുൾ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ വിൽസൺ ജോർജ്, അൽഗുബ്ര ഇന്ത്യൻ സ്കൂൾ സ്ഥാപകനും വ്യവസായ പ്രമുഖനുമായ ഡോക്ടർ ഗൾഫാർ P. മുഹമ്മദ് അലി, സ്കൂൾ പ്രസിഡന്റ് റയീസ് അഹമ്മദ്, ഇന്ത്യൻ എംബസി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചറിയിക്കുന്ന നൃത്തരൂപങ്ങളുടെ അവതരണം ചടങ്ങിന്റെ മാറ്റുകൂട്ടി. പഞ്ചാബികളുടെ ബാഗ്ര നൃത്തം മുതൽ കേരളത്തിന്റെ ഒപ്പന വരെ വേദിയിലെത്തി. വേദിയിൽ നിന്ന് നർത്തകർ റാമ്പിലൂടെ കാണികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നായിരുന്നു അവതരണം. മസ്കത്ത് ഇന്ത്യൻ എംബസിയിലും മറ്റ് ഇന്ത്യൻ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നു. മീഡിയ 1 മസ്കത്ത്. സ്വാതന്ത്ര്യദിനം കുവൈത്തിലെ ഇന്ത്യൻ സമൂഹം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി സുനിൽ ജെയിൻ ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അഭൂതപൂർവമായ തിരക്കായിരുന്നു ദഹിയയിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് ഇത്തവണ അനുഭവപ്പെട്ടത്. പൊതു അവധി ദിവസമായതിനാൽ അതിരാവിലെ തന്നെ എംബസി പരിസരം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ത്രിവർണ്ണ പതാകകളും കയ്യിലേന്തിയായിരുന്നു ഭൂരിഭാഗം ഇന്ത്യക്കാരും ആഘോഷ ചടങ്ങിന് എത്തിയത്. ഭാഷയിലും വേഷത്തിലും വൈവിധ്യം പുലർത്തിയിരുന്നെങ്കിലും എംബസി അങ്കണത്തിൽ തടിച്ചുകൂടിയവർ പരസ്പരം കൈമാറിയത് ദേശസ്നേഹത്തിന്റെ ഏകതാ സന്ദേശമായിരുന്നു. 7 മണിക്ക് സ്ഥാനപതി സുനിൽ ജെയിൻ പതാക ഉയർത്തിയതോടെയാണ് 68ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. കുവൈത്തിലെ ബോഹ്റ വിഭാഗം അവതരിപ്പിച്ച ബാൻഡ് വാദ്യവും സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ചടങ്ങിന് മാറ്റുകൂട്ടി. നിരവധി പ്രവാസി കൂട്ടായ്മകളും വിവിധ പരിപാടികളുമായി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്നിരുന്നു. ഇതാദ്യമായാണ് ഇന്ത്യൻ എംബസിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഇത്രയും പേർ ഒത്തുചേരുന്നത്. ദേശ ഭാഷ വേഷ വ്യത്യാസമില്ലാതെ ദേശീയത എന്ന ഒറ്റച്ചരടാണ് ഇവിടെ ഇവരെ ഒന്നിപ്പിക്കുന്നത്. കുവൈത്തിലെ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ നിന്നും ക്യാമറമാൻ രതീഷ് ചെറുതായത്തോടൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഖത്തറിലെ കൾച്ചറൽ ഫോറം സ്വാതന്ത്ര്യത്തിന്റെ വർത്തമാനം എന്ന പേരിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി PM രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധന സമിതി വനിതാ വിഭാഗം അധ്യക്ഷ പ്രൊഫസർ OJ ചിന്നമ്മ മുഖ്യാതിഥിയായിരുന്നു. കൾച്ചറൽ ഫോറം പ്രസിഡന്റ് MM മുഹീദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും രാവിലെ വിവിധ പരിപാടികൾ നടന്നു. MES ഇന്ത്യൻ സ്കൂൾ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ, ബിർള പബ്ലിക് സ്കൂൾ, ഭവാൻ സ്കൂൾ, ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ആഘോഷങ്ങൾ നടന്നത്. വർണ്ണാഭമായ പരിപാടികളാണ് MES ഇന്ത്യൻ സ്കൂളിൽ നടന്നത്. ഇതിനു പുറമെ വിവിധ പ്രവാസി കൂട്ടായ്മകളും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് പരിധിയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയാൽ അമിത ലഗേജിന് പണം നൽകേണ്ടി വരും. ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾക്ക് ലഗേജ് പരിധിയില്ല എന്ന ധാരണ തെറ്റാണെന്ന് എയർലൈൻസ് അധികൃതർ വിശദീകരിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് അടുത്ത കാലത്തായി ഇത്തരത്തിൽ അമിത ബാഗേജിന് ഫീസ് ഈടാക്കി തുടങ്ങിയത് നിരവധി യാത്രക്കാരെ വെട്ടിലാക്കിയിരിക്കുകയാണ്. വിമാനത്താവളത്തിലെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് എത്ര സാധനങ്ങൾ വാങ്ങിയാലും അവയുടെ ഭാരം ലഗേജിൽ കണക്കാക്കില്ലെന്നാണ് പൊതുവെയുള്ള ധാരണ. അതുകൊണ്ട് തന്നെ പാൽപ്പൊടി ടിന്നുകളടക്കം ഭാരമേറിയ ഉൽപ്പന്നങ്ങൾ പലതും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പതിവ് ഗൾഫ് മലയാളികൾക്കിടയിൽ വ്യാപകമാണ്. എന്നാൽ ഹാൻഡ് ബാഗേജ് പരിധിക്ക് മുകളിൽ ഭാരമുള്ള എന്തിനും അമിത ബാഗേജ് ഈടാക്കാമെന്ന് എയർലൈൻസ് അധികൃതർ വിശദീകരിക്കുന്നു. Airline is a different company which is taking a passenger from point A to point B by allowing certain kilos. But definitely when you wanted to go for a duty free shopping, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 8 കിലോ 7 കിലോ ഇപ്പോൾ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 കിലോ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കയ്യിൽ വെക്കുക. റിമൈനിങ് 4 കിലോസ് നമ്മളെപ്പോഴും മനസ്സിൽ കരുതുക, ഓക്കെ ഐ എം ഗോയിങ് ടു ഡു സം ഷോപ്പിംഗ്. അപ്പോൾ അത് പിന്നെ ഒരു 2 കിലോസ് 3 കിലോസ് എക്സ്ട്രാ വന്നാൽ തന്നെ അത് 3 ഒബ്വിയസ് ആയി കാണില്ല. എയർലൈനിന് തോന്നില്ല ഇവൻ ഈസ് ഗോയിങ് ടു ക്യാരി സോ മെനി എക്സസ് ബാഗ്സ്. സോ ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിന് വേറൊരു ഇൻകൺവീനിയൻസ് ഇല്ലാണ്ട് ഒരു 3-4 കിലോസ് കയ്യിലുള്ളതുകൊണ്ട് ദേ ക്യാൻ ആഡ് അനദർ 3 കിലോസ് ഓർ 4 കിലോസ് ഫ്രം ഡ്യൂട്ടി ഫ്രീ. അടുത്തിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഡ്യൂട്ടി പെയ്ഡ് പാക്കറ്റുകളുടെ അമിതഭാരത്തിന് ചാർജ് ഈടാക്കി തുടങ്ങിയത്. ഇത് പലപ്പോഴും വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് യാത്രക്കാരും എയർലൈൻ അധികൃതരും തമ്മിൽ തർക്കത്തിന് കാരണമാകുന്നുണ്ട്. ഹാൻഡ് ബാഗേജ് പരിധിയായ 7-8 കിലോയ്ക്ക് മുകളിൽ ഡ്യൂട്ടി പെയ്ഡ് സാധനങ്ങൾ അനുവദിക്കില്ലെന്നാണ് എയർലൈൻസുകളുടെ നിലപാട്. ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ടാകാം. എന്നാൽ വിമാനത്തിലെ ലഗേജ് ചാർജ് ഇവയ്ക്ക് ഒട്ടും ഫ്രീ അല്ല എന്ന് ചുരുക്കം. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.